പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട +2 കൂട്ടുകാർക്കും കെമിസ്ട്രിയുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ ഡി, എറണാകുളം ജില്ലയിലെ നേര്യമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകനാണ്. നോക്കൂ, നമ്മൾ വളരെ അസാധാരണമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 12ാം ക്ലാസ്സിലെ പരീക്ഷ മാർച്ചിൽ വരികയാണ്. ഈ പരീക്ഷയിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും ഭയരഹിതമായും പരീക്ഷയെ സമീപിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുക എന്ന തരത്തിൽ ഓരോ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട ആശയങ്ങൾ, അതായത് പ്രാധാന്യം കൊടുക്കേണ്ട ആശയങ്ങൾ ഏതൊക്കെയാണെന്നും അവിടെ നിന്ന് മുൻ വർഷങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്നും അതുപോലെ തന്നെ അവയ്ക്ക് എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടതെന്നും മനസ്സിലാക്കുന്നതിന് ഉതകുന്ന തരത്തിലാണ് ഈ ചർച്ച. മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ റിവിഷൻ ക്ലാസ്. ഒന്നാമത്തെ യൂണിറ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്. അതിലെ ഫോക്കസ് ഏരിയ ഞാനൊന്ന് പറയുന്നു. അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽസ്, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ, ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്, imperfections in solids, electrical properties, magnetic properties. നോക്കൂ, ഈ ഫോക്കസ് ഏരിയയിൽ ആദ്യം പ്രതിപാദിച്ച അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നത് ശ്രദ്ധിക്കുക. ആ മേഖലയിൽ നിന്ന് സാധാരണയായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: ക്ലാസിഫൈ ദി ഫോളോയിങ് ആസ് അമോർഫസ് ഓർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. നിങ്ങൾ കേട്ടിട്ടുള്ള ചില ഉദാഹരണങ്ങളായ സോഡിയം ക്ലോറൈഡ്, പേപ്പർ, റബ്ബർ, കോപ്പർ, ഐസ്, ഡയമണ്ട് തുടങ്ങിയവയാണ് നൽകിയിരിക്കുന്നതെങ്കിൽ അവയ്ക്ക് എങ്ങനെയാണ് ഒരു ക്ലാസിഫിക്കേഷൻ നൽകുക? നോക്കൂ, ക്രിസ്റ്റലൈൻ സോളിഡായി നമുക്ക് സോഡിയം ക്ലോറൈഡിനെയും ഡയമണ്ടിനെയും ഐസിനെയും കോപ്പറിനെയും ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്രിസ്റ്റലൈൻ സോളിഡ് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് അവയുടെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്രകാരം ക്ലാസിഫൈ ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് അയോണിക് എന്ന ഗണത്തിലും ഡയമണ്ട് കോവാലൻ്റ്, ഐസ് മോളിക്കുലാർ, കോപ്പർ മെറ്റാലിക് എന്നീ ഗണത്തിലാണ് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ പേപ്പറും റബ്ബറും അമോർഫസ് സോളിഡ്സ് ആണെന്നും നിങ്ങൾക്കറിയാം. കാരണം അവയിൽ അവയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് റെഗുലറായി അല്ല വരുന്നത് എന്നതാണ് കാരണം. ഇനി ഈ പാഠത്തിൽ നിന്ന് വരാവുന്ന അടുത്ത ചോദ്യങ്ങളാണ്: ഡിഫൈൻ ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽ. ക്രിസ്റ്റൽ ലാറ്റിസ് എന്നത് സ്ട്രക്ചറൽ യൂണിറ്റ്സിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റാണ്. അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഈ യൂണിറ്റ് സെല്ലുകൾക്ക് ഇത്തരം അറേഞ്ച്മെൻറ്റിൽ, ഇത്തരം ലാറ്റിസസിൽ ക്യൂബിക് ലാറ്റിസിന് 3 ബ്രവൈസ് ലാറ്റിസുകളുണ്ട്: സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്. ഈ 3 ബ്രവൈസ് ലാറ്റിസുകളിലെയും നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് കണക്കാക്കാൻ ചോദിക്കാറുണ്ട്. നോക്കൂ, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 1 അതേസമയം ബോഡി സെൻറ്റേഡിൽ അത് 2, ഫേസ് സെൻറ്റേഡിൽ 4. ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഇനി ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് എന്നുള്ള മേഖലയിൽ നിന്ന് എന്താണ് ഓയിഡ്സ് എന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. നമ്മൾ ആറ്റങ്ങളെ സ്പിയറുകളായി പരിഗണിക്കുകയാണെങ്കിൽ 4 സ്പിയറുകൾ, അതായത് 3 സ്പിയറുകൾ ഒരു ലെയറിലും അതിൻ്റെ മുകളിലായി 4മതൊരു സ്പിയറും വരുന്ന തരത്തിൽ ക്രമീകരിക്കുമ്പോൾ ലഭിക്കുന്ന ശൂന്യസ്ഥലത്തിനെയാണ് ടെട്രാഹിഡ്രലോയിഡ് എന്ന് പറയുന്നത്. എന്നാൽ 6 സ്പിയറുകൾക്കിടയിൽ വരുന്ന ശൂന്യസ്ഥലത്തിനെയാണ് ഒക്ടാഹിഡ്രലോയിഡ് എന്ന്
മനസ്സിലാക്കുന്നത്. ഈ ഓയിഡ്സിൻ്റെ ടൈപ്സ് എത്ര തരത്തിലുണ്ടെന്ന് സാധാരണയായി ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഫോക്കസ് ഏരിയ എന്നത് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ് ആണ്. സോളിഡുകളിൽ പാർട്ടിക്കിൾസിൻ്റെ ക്രമീകരണം കൃത്യമായ ഓർഡറിലാണെങ്കിൽ അതിനെ ക്രിസ്റ്റലൈൻ എന്ന് വിളിക്കും. എന്നാൽ ഈ ക്രമീകരണത്തിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി വരുമ്പോഴാണ് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷനായി മാറുന്നത്, ക്രിസ്റ്റലിന് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. അത്തരം ഡിഫക്റ്റുകളെ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്, സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഷോട്ട്കി ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നിവ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. അവയ്ക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചുറപ്പിക്കുക. ഇനി അടുത്തതായി വരുന്ന മേഖല ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഇവിടെ സോളിഡ്സിനെ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. വൈദ്യുതിയെ കടത്തിവിടുന്നവ കണ്ടക്ടേഴ്സാണ്, എന്നാൽ ഭാഗികമായി കടത്തിവിടുന്നവ സെമി കണ്ടക്ടേഴ്സ്. വൈദ്യുതിയുടെ പ്രതിരോധികളാണ് ഇൻസുലേറ്റേഴ്സ്. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിലേക്ക് വന്നാലോ? കാന്തവുമായുള്ള ആകർഷണ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാന്തിക മണ്ഡലവുമായുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആൻഡ് ഫെറിമാഗ്നറ്റിക് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിൽ പാരാമാഗ്നറ്റിക് വീക്ക് അട്രാക്ഷനാണ്, ഡയാമാഗ്നറ്റിക്കിന് റിപ്പൽഷനാണ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന്. എന്നാൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ വളരെ ശക്തിയായി കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു, മാത്രവുമല്ല അവ സ്ഥിരകാന്തങ്ങളായി മാറുന്നു. ആൻറ്റി ഫെറോമാഗ്നറ്റിക് സ്ഥിരകാന്തങ്ങളായി മാറുന്നു എന്നുള്ളതും നിങ്ങൾ ഉറപ്പിച്ചു വയ്ക്കുക. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. സൊല്യൂഷൻസ് എന്നാണ് പാഠത്തിൻ്റെ പേര്. ഇവിടെ ഫോക്കസ് ഏരിയ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ്, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ്. ഇവിടെ ആദ്യത്തെ മേഖലയായ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സിൽ നിന്ന് ഹെൻറീസ് ലോ ആണ് വളരെ പ്രാധാന്യമുള്ളത്. ഹെൻറി നിയമം എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, ഉദാഹരണം നൽകുക. അതുപോലെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എത്ര തരത്തിലുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. റൗൾ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അവയ്ക്ക് ഉദാഹരണം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, എത്ര തരത്തിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്നത് പദാർത്ഥത്തിൻ്റെ മോളാർ മാസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ 3 മേഖലകളും വളരെ പ്രാധാന്യത്തോടെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കടന്നാൽ അത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റാണ്. അവിടെ പ്രാധാന്യമർഹിക്കുന്ന മേഖല ഇപ്രകാരമാണ്: നേൺസ്റ്റ് ഇക്വേഷൻ, വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ, ബാറ്ററീസ്, ഫ്യൂവൽ സെൽസ്, കൊറോഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ സെൽ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ എന്ന മേഖലയിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്കും വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്കും കണ്ടക്ടിവിറ്റിയുടെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെയും വാല്യൂ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വർധനവ് ഒരുപോലെയല്ല 2 ഇലക്ട്രോലൈറ്റുകൾക്കും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്ക് വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ മോളാർ കണ്ടക്ടിവിറ്റിയിലുള്ള വർധനവ് കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന നിയമമാണ് കോൾറാഷ് ലോ. എന്താണ് കോൾറാഷ് ലോ എന്നും കോൾറാഷ് ലോയുടെ ആപ്ലിക്കേഷനും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ അടുത്ത ഒരു ഭാഗമാണ് ബാറ്ററീസ് എന്നുള്ളത്. ബാറ്ററികൾ നമുക്ക് ചുറ്റും നിത്യേന നമ്മൾ തിരിച്ചറിയുന്നവയാണ്. ബാറ്ററികൾ വൈദ്യുത സ്രോതസ്സായി നമ്മൾ ഉപയോഗിക്കുന്നവയാണ്. 2 തരത്തിലുണ്ട്: പ്രൈമറി ബാറ്ററീസും സെക്കൻഡറി ബാറ്ററീസും.
പ്രൈമറി ബാറ്ററി ഒരു തവണ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും അതിനുദാഹരണമാണ്. ഡ്രൈ സെൽ നമ്മൾ ടോർച്ചിൽ ഉപയോഗിക്കുന്നു, മെർക്കുറി സെൽ നമ്മൾ ക്ലോക്കിലും വാച്ചിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി സെക്കൻഡറി സെൽ എന്നാൽ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. അതിന് ഉദാഹരണം ലെഡ് സ്റ്റോറേജ് ബാറ്ററി നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവ, അതുപോലെ തന്നെ നിക്കാഡ് സെൽ ഇലക്ട്രോണിക് ടോയ്സിലും റീചാർജബിൾ ടോയ്സിലുമൊക്കെ ഉപയോഗിക്കുന്നവയാണ് നിക്കാഡ് സെൽ. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന വേറൊരു സെല്ലാണ് ഫ്യുവൽ സെൽ. സ്പേസ് ഷിപ്പിലാണ് ആദ്യമായി ഫ്യുവൽ സെല്ല് ഉപയോഗിക്കപ്പെടുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ല് അതിനൊരു ഉദാഹരണമാണ്. ഇന്ധനം ജ്വലിക്കുന്നതിൻ്റെ ഫലമായി വൈദ്യുതി നിർമ്മിക്കുന്നവയാണ് ഫ്യുവൽ സെല്ലുകൾ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലാണ് ഇതിനൊരു ഉദാഹരണം. ഇത്തരം ഫ്യുവൽ സെല്ലുകളുടെ അഡ്വാൻറ്റേജ് ഇവ മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല ഇവയുടെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഇനി ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഭാഗം കൊറോഷൻ എന്നുള്ള ഭാഗമാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് കൊറോഷന് ഉദാഹരണമാണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പെയിൻറ്റ്, വാർണിഷ് തുടങ്ങിയവ ഉപയോഗിക്കുക. അതല്ല എങ്കിൽ ചില മെറ്റലുകളുടെ ആവരണം ഈ ഇരുമ്പിന് മുകളിൽ ഉണ്ടാക്കുമ്പോൾ അവയെ കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി നമുക്ക് 4ാമത്തെ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം. അവിടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഫോക്കസ് ഏരിയ ഇപ്രകാരമാണ്: ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആൻഡ് ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ, അതായത് അറീനിയസ് ഇക്വേഷൻ. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ നിയന്ത്രിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ് തുടങ്ങിയവയാണ്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്നുള്ളിടത്ത് ഓർഡർ എന്താണെന്നും മോളിക്യുലാരിറ്റി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുക. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയണം. അതുപോലെ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നും അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുക. ഇനി ചില രാസപ്രവർത്തനങ്ങൾക്ക് ഹയർ ഓർഡർ നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും അവ ലോവർ ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അത്തരം രാസപ്രവർത്തനങ്ങളെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നു. എസ്റ്റർ ഹൈഡ്രോളിസിസും ഇൻവെർഷൻ ഓഫ് കെയിൻ ഷുഗറും അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ ഒരു രാസപ്രവർത്തനത്തിനെ താപനില എന്തുമാത്രം സ്വാധീനിക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ അറീനിയസ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അറീനിയസ് ഇക്വേഷൻ ഇപ്രകാരമാണ്: K = A × e⁻ EA/RT. 5ാമത്തെ യൂണിറ്റായ സർഫസ് കെമിസ്ട്രിയിൽ പ്രധാനപ്പെട്ട മേഖലകൾ അഡ്സോർഷൻ, കറ്റാലിസിസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, ഇമൽഷൻസ് എന്നിവയാണ്. ഇവിടെ അഡ്സോർഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫിസിസോർഷനും കെമിസോർഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഇനി കറ്റാലിസിസിലോ 2 തരം കറ്റാലിസിസ് ഉണ്ട്. ഒന്ന് ഹോമോജീനിയസ് കറ്റാലിസിസ്, 2 ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ഒരു രാസപ്രവർത്തനത്തിൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്നും, ഇനി റിയാക്റ്റൻസും കാറ്റലിസ്റ്റും വ്യത്യസ്ത ഫിസിക്കൽ സ്റ്റേറ്റുകളിലാണെങ്കിൽ അത് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്നും അറിയപ്പെടുന്നു. അതുപോലെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. കുറച്ചു വലിയൊരു മേഖലയാണ്. എന്താണ് കൊളോയിഡ്സ്, എങ്ങനെയാണ് കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്, എങ്ങനെയാണ് കൊളോയിഡ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും വരുന്ന ഒരു വലിയ മേഖലയാണ്. ഇവിടെ പ്രോപ്പർട്ടീസിൽ വളരെ പ്രധാനപ്പെട്ടത് ടിൻഡൽ ഇഫക്റ്റും ബ്രൗണിയൻ മൂവ്മെൻറ്റ്, ഇലക്ട്രോഫോറസിസ് തുടങ്ങിയവയാണ്. ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വളരെയധികം തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി കൊളോയിഡ്സിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗമായ ഇമൽഷൻസിനെ കുറിച്ച് നമുക്ക് ഫോക്കസ് ഏരിയയിൽ മനസ്സിലാക്കാനുണ്ട്. ഇമൽഷൻ 2 വിധത്തിലുണ്ട്: ഓയിൽ ഇൻ വാട്ടർ ഇമൽഷനും വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൽഷനും. ലിക്വിഡ് കൊളോയിഡൽ സൊല്യൂഷൻസാണ് ഇമൽഷൻസ്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. അടുത്ത നമുക്ക് 6ാമത്തെ യൂണിറ്റായ
ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻസിലേക്ക് കടക്കാം. മെറ്റലർജി എന്ന ചുരുക്കപ്പേരിലാണിത് അറിയപ്പെടുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്, എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, എല്ലിംഗ്ഹാം ഡയഗ്രം, ഹോൾ ഹെറോൾട്ട് പ്രോസസ് ഫോർ ദി എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം, എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ, റിഫൈനിങ് തുടങ്ങിയവയാണ് ഫോക്കസ് ഏരിയ. ഒരു മെറ്റലിനെ അതിൻ്റെ ഓറിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിന് ആദ്യമായി നമ്മൾ ആ ഓറിനെ കോൺസെൻട്രേഷൻ ടെക്നിക്സിന് വിധേയമാക്കും. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ് എന്നീ 4 പ്രക്രിയകളാണ് ഈ കോൺസെൻട്രേഷന് വേണ്ടി പ്രയോഗിക്കപ്പെടുന്നത്. ഈ മേഖലയിൽ നിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓറിൽ വളരെ പ്രധാനപ്പെട്ടതും ആവർത്തിച്ച് ചോദിക്കുന്നതുമായ 2 ചോദ്യങ്ങളാണ്. എന്താണ് കാൽസിനേഷൻ, എന്താണ് റോസ്റ്റിംഗ്, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ഇനി എന്താണ് എല്ലിംഗ്ഹാം ഡയഗ്രം എന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുമുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ റിഫൈനിങ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അതിൽ തന്നെ എന്താണ് സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ് എന്നിവ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. 7ാമത്തെ പാഠമായ ദി പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന പാഠത്തിൽ ഫോക്കസ് ഏരിയ ഇപ്രകാരമാണ്: അമോണിയ, നൈട്രിക് ആസിഡ്, ഫോസ്ഫറസ് ഹാലൈഡ്സ്, സൾഫ്യൂരിക് ആസിഡ്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ്, സെനോൺ ഹാലൈഡ്സ്. ഇവിടെ അമോണിയയുടെ നിർമ്മാണമായ ഹേബർ പ്രോസസ്, നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണമായ ഓസ്റ്റ്വാൾഡ് പ്രോസസ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണമായ കോണ്ടാക്ട് പ്രോസസ് എന്നിവ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നവയാണ്. ഈ നിർമ്മാണ പ്രക്രിയകളുടെ വിവിധ ഘട്ടങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫോസ്ഫറസ് ഹാലൈഡ്സ് പ്രധാനമായും 2 തരത്തിലാണ്: PCl3, PCl5 എന്നിവ. ഇതിൽ PCl3ക്കും PCl5നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതിനാണ് സ്ഥിരത കൂടുതലുള്ളത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. തുടർന്ന് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആണ്. ഹാലജനുകൾ പരസ്പരം റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് 18 എലമെൻസിൽ നമുക്ക് സെനോൺ ഹാലൈഡ്സിനെ കുറിച്ച് മാത്രമാണ് മനസ്സിലാക്കാനുള്ളത്. എങ്ങനെയാണ് സെനോൺ ഹാലൈഡ്സ് നിർമ്മിക്കുന്നത്, അവയുടെ ഘടന എപ്രകാരമായിരിക്കും നമുക്ക് പറയാൻ കഴിയുന്നത് തുടങ്ങിയവയായിരിക്കും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി യൂണിറ്റ് 8ലേക്ക് കടന്നാലോ. ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് പാഠത്തിൻ്റെ പേര്. ഇവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്നിവയാണ് ആദ്യത്തെ ഫോക്കസ് മേഖല. ഇതിൽ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നത്, അവയെ എന്തുകൊണ്ടാണ് വ്യാവസായികമായ പ്രക്രിയകളിൽ കാറ്റലിസ്റ്റുകളായി ഉപയോഗിക്കപ്പെടുന്നത് എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി 2 പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളായ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെയും പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെയും നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പഠിക്കേണ്ടവയാണ്. അതുപോലെ തന്നെ ഈ പാഠത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്: എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, അതിന് കാരണമെന്താണ്, എന്തൊക്കെയാണ് അവയുടെ കോൺസിക്വൻസസ്. ഇനി 9ാമത്തെ യൂണിറ്റ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നതാണ്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഫോക്കസ് മേഖലകൾ: നോമൻക്ലേച്ചർ ഓഫ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഐസോമെറിസം ഇൻ കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്. ഇവിടെ എന്താണൊരു കോഓർഡിനേഷൻ കോമ്പൗണ്ടെന്നും ഒരു കോഓർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പേര് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന്, അതായത് എന്താണ് നോമൻക്ലേച്ചർ ഓഫ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അടുത്തതായി, എത്ര തരത്തിലാണ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഐസോമെറിസം പ്രകടിപ്പിക്കാൻ കഴിയുന്നത്? ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഘടനയും അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റും ഉള്ളവയാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരം ഐസോമെറിസം ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ
ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. യൂണിറ്റ് 10 മുതൽ 13 വരെ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതായത് 10ാമത്തെ യൂണിറ്റ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. അവിടുത്തെ ഫോക്കസ് ഏരിയ ഇപ്രകാരമാണ്: പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ്, പ്രിപ്പറേഷൻ ഫ്രം ഹൈഡ്രോകാർബൺസ്, റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ്, അതിൽ തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസ്, അതിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇനി ട്രൈക്ലോറോമീഥേൻ. ഇത്രയുമാണ് 10ാമത്തെ യൂണിറ്റായ ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അറീൻസിലെ ഫോക്കസ് മേഖല. എന്നാൽ 11ാം യൂണിറ്റിലോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്, പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾസ്, അത് ഹാലോ അറീൻസിൽ നിന്നും ഡൈസോണിയം സാൾട്ടിൽ നിന്നുമുള്ള പ്രിപ്പറേഷൻ, അതുപോലെ കെമിക്കൽ റിയാക്ഷൻസിൽ ലുക്കാസ് ടെസ്റ്റ്, ഡീഹൈഡ്രേഷൻ, നൈട്രേഷൻ ഓഫ് ഫിനോൾ, റെയ്മർ ടീമൻ റിയാക്ഷൻ. ഇനി കൊമേഴ്സ്യലി ഇമ്പോർട്ടൻ്റ് ആൽക്കഹോളായ എഥനോളിൻ്റെ പ്രിപ്പറേഷൻ, വില്യംസൺ സിന്തസിസ്, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്നിവയാണ് ഈ യൂണിറ്റിൽ നിന്ന് പഠിക്കേണ്ടത്. അതുപോലെ 12ാമത്തെ യൂണിറ്റായ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എടുത്താലോ? അവിടെ ഫോക്കസ് മേഖല ഇപ്രകാരമാണ്: പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, അവയിൽ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ, ഡീഹൈഡ്രേജനേഷൻ ഓഫ് ആൽക്കഹോൾ, റോസൻമൺ റിഡക്ഷൻ, എറ്റാർഡ് റിയാക്ഷൻ, ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഇനി കെമിക്കൽ റിയാക്ഷൻസിൽ വരുന്നവ റിഡക്ഷൻ, ഓക്സിഡേഷൻ, ആൾഡോൾ റിയാക്ഷൻ ആൻഡ് കാനിസാറോ റിയാക്ഷൻ. ഇനി പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡിലോ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ, പിന്നീട് ആൽക്കൈൽ ബെൻസീൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. അതുപോലെ അവയുടെ റിയാക്ഷൻസിൽ റിയാക്ഷൻ വിത്ത് അമോണിയ, കോൾബ് ഇലക്ട്രോളിസിസ്, HVZ റിയാക്ഷൻ എന്നിവ ഇമ്പോർട്ടൻ്റ് ആണ്. അമീൻസ് എന്നുള്ള മേഖലയിൽ നിന്ന് വരുന്നവ ഇപ്രകാരമാണ്: പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്, അതിൽ റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്, അമൈഡ്സ്, ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻസിൽ ഹിൻസ്ബർഗ് ടെസ്റ്റ്, കാർബൈലമീൻ ടെസ്റ്റ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുപോലെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഡയസോണിയം സോൾട്ട്, സ്വാൻമേയർ റിയാക്ഷൻ, കപ്ലിംഗ് റിയാക്ഷൻ. അപ്പോൾ ഇത്രയും ഫോക്കസ് ഏരിയ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ ഫോക്കസ് ഏരിയ കേൾക്കുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല. നമുക്ക് ഓർഗാനിക് റിയാക്ഷനുകളെ പഠിക്കുമ്പോൾ വളരെ അടുക്കി ഒതുക്കി പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, ഓർത്തെടുക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 4 യൂണിറ്റുകളിൽ നിന്ന് നമുക്ക് എപ്രകാരം ഇതിനെ സമീപിക്കാം? നോക്കൂ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 മെക്കാനിസങ്ങൾ മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് SN2 മെക്കാനിസം, SN1 മെക്കാനിസം. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷനും സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷനും. ആ മെക്കാനിസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി ഓർഗാനിക് കെമിസ്ട്രിയിൽ നെയിം റിയാക്ഷൻസ് ആണ് വളരെ പ്രാധാന്യമുള്ളവ. ആ നെയിം റിയാക്ഷൻ നമുക്ക് 1ാമത്തെ യൂണിറ്റിൽ നിന്ന് 3 മാത്രമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്: സാൻമേയർ റിയാക്ഷൻ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ. ഇനി 2ാമത്തെ യൂണിറ്റിൽ നിന്നോ റീമർ ടീമൻ റിയാക്ഷൻ, വില്യംസൺ സിന്തസിസ്, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. 3ാമത്തെ യൂണിറ്റിൽ നിന്ന് റോസൻമൺ റിഡക്ഷൻ, എറ്റാർഡ് റിയാക്ഷൻ, ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ, ആൾഡോൾ റിയാക്ഷൻ, കാനിസാറോ റിയാക്ഷൻ, HVZ റിയാക്ഷൻ. 4ാമത്തെ യൂണിറ്റിൽ നിന്ന് ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ. ഇത്രയും റിയാക്ഷൻസ് മാത്രമാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടവ. അപ്പോൾ ഈ റിയാക്ഷൻസിനെ മാത്രം ഒരുമിച്ച് ചേർത്ത് കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ മെക്കാനിസം പഠിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നവ ഓർഗാനിക് കോമ്പൗണ്ടുകളെ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളവയാണ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോളുകളെ തിരിച്ചറിയാൻ ലുക്കാസ് ടെസ്റ്റ്, ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും തിരിച്ചറിയാൻ ടോളൻസ് ടെസ്റ്റ്, ഫിലിങ്സ് ടെസ്റ്റ് എന്നിവയാണ്. അതുപോലെ അമീൻസിനെ തിരിച്ചറിയാൻ ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്നതും ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്. പ്രോപ്പർട്ടീസിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിറ്റി മാത്രമാണ് പഠിക്കാനുള്ളത്. കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിറ്റി മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പ്രിപ്പറേഷനിൽ നമുക്ക് എഥനോളിൻ്റെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി നമുക്ക് ബയോമോളിക്യൂൾസ് എന്ന 14ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. അവിടുത്തെ ഫോക്കസ് ഏരിയ പ്രകാരമാണ്:
ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, മോണോസാക്കറൈഡ്സ് അതായത് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം സുക്രോസ്, ഡൈസാക്കറൈഡ് അതിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഇൻവേർട്ട് ഷുഗർ എന്നിവ, സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ, കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് എന്നാൽ നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ്. ഈ കാർബോഹൈഡ്രേറ്റ്സിനെ മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ്, ഒലിഗോസാക്കറൈഡ്സ്, പോളിസാക്കറൈഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. മോണോസാക്കറൈഡിൽ പ്രധാനപ്പെട്ടത് ഗ്ലൂക്കോസ് ആണ്. അതിൻ്റെ എങ്ങനെയാണ് സുക്രോസിൽ നിന്ന് പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുപോലെ 2 മോണോസാക്കറൈഡ് യൂണിറ്റുകൾ പരസ്പരം ഓക്സിജൻ ലിങ്കേജിൽ കൂടി ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഡൈസാക്കറൈഡ് ലഭിക്കുന്നത്. ഇനി പോളിസാക്കറൈഡിന് ഉദാഹരണങ്ങളാണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ എന്നിവ. അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻ മോളിക്യൂളുകൾ? അത് അനിമൽസിൻ്റെ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ തന്മാത്രകൾ കൊണ്ടാണ്. ഇനി അതുപോലെ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സിനെ തീരുമാനിക്കുന്നവയാണ് ന്യൂക്ലിക് ആസിഡ്സ്. 2 തരത്തിലുണ്ട്, DNA എന്നും RNA എന്നും. അവയുടെ വ്യത്യാസങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുക. യൂണിറ്റ് 15 പോളിമേഴ്സാണ്. അവിടെ വരുന്നത് പ്രധാനപ്പെട്ട ഫോക്കസ് മേഖല എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്, ടെഫ്ലോൺ, നൈലോൺ 66, നൈലോൺ 6, PVC, പോളിസ്റ്റൈറീൻ, പോളിത്തീൻ. അതുപോലെ റബ്ബറിൽ നാച്ചുറൽ റബ്ബർ, വൾക്കനൈസേഷൻ എന്നീ മേഖലകൾ. എന്താണ് അഡിഷൻ പോളിമേഴ്സ് ആൻഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്? എന്താണ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്? ചെറിയ ചെറിയ തന്മാത്രകൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഹൈ മോളിക്കുലർ മാസ് പദാർത്ഥങ്ങളെയാണ് പോളിമേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിന് ഉദാഹരണം റബ്ബർ, നമ്മുടെ PVC, ടെഫ്ലോൺ തുടങ്ങിയവ. ഇത്തരം മോളിക്യൂളുകളിലെ മോണോമറിക് യൂണിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. എന്താണ് അഡിഷൻ പോളിമർ, കണ്ടൻസേഷൻ പോളിമർ എന്നിവയ്ക്കിടയിലുള്ള വ്യത്യാസം? ഇനി പോളിമേഴ്സിൽ തന്നെ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എപ്രകാരമാണ്, അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് പ്രാധാന്യത്തോടെ പഠിക്കേണ്ടവ. ഇനി നമ്മുടെ അവസാനത്തെ യൂണിറ്റ്, അതായത് 16ാമത്തെ യൂണിറ്റായ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന യൂണിറ്റാണ്. അതിലെ ഫോക്കസ് മേഖല ഇപ്രകാരമാണ്: ആൻറ്റാസിഡ്, ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്, ആൻറ്റി മൈക്രോബിയൽസ് അതിൽ ആൻറ്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റൻ്റ് എന്നിവ. വളരെ കുറച്ച് മേഖല മാത്രമാണുള്ളത്. ആൻറ്റാസിഡ് എന്നാൽ നമ്മുടെ ആമാശയത്തിലെ pHൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. ഇനി ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ട്രാങ്കുലൈസേഴ്സ്, അനാൽജസിക് എന്നിവയാണ്. ട്രാങ്കുലൈസേഴ്സ് എന്നുള്ളത് നമ്മുടെ മെൻ്റൽ ഡിപ്രഷൻ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നവയാണ്. ഇനി അനാൽജസിക് എന്ന് പറയുന്നത് വേദന സംഹാരികളാണ്. അവ 2 തരത്തിലുണ്ട്, നർക്കോട്ടിക് അനാൽജസിക്കും നോൺ നർക്കോട്ടിക് അനാൽജസിക്കും. അവയ്ക്ക് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ആൻറ്റി മൈക്രോബിയൽസിൽ പ്രധാനപ്പെട്ടവയാണ് ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റും. എന്താണ് ആൻറ്റിസെപ്റ്റിക്, എന്താണ് ഡിസിൻഫെക്റ്റൻറ്റ്, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇവയ്ക്ക് ഉദാഹരണങ്ങൾ പറയൂ. ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റുമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥത്തിനെ തിരിച്ചറിയൂ എന്നിവയൊക്കെയാണ് ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 16 യൂണിറ്റുകൾ. 16 യൂണിറ്റുകളിലെയും പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അവിടുന്ന് സാധാരണയായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്തരം മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ വരുന്ന പരീക്ഷയെ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും ഭയരഹിതമായും സമീപിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.